ഫോൺ ചൊല്ല കേള്. വാ വാ വാ. ഓടാ ഭായ്. ഭായ് വാടാ ഭായ് വാടാ ഭായ്. വണ്ടി അത് വന്നിരുന്നോ ഭായ് വാടാ. പടയപ്പയെ മൂന്നാറിൻ്റെ പ്രതീകമായും ഐശ്വര്യമായും കാണുന്നവരും ഒരു നിത്യശല്യമായി കാണുന്നവരും മൂന്നാറിൽ ഉണ്ട്. 90 കാലഘട്ടം മുതൽ മൂന്നാറിലെ നിത്യകാഴ്ചയാണ് പടയപ്പ. പടയപ്പ സിനിമയിൽ രജനീകാന്ത് കാലിന്മേൽ കാല് കയറ്റിയിരിക്കുന്നത് പോലെ വലിയ കൊമ്പിന്മേൽ തുമ്പിക്കൈ എടുത്തു ചുറ്റി മൂന്നാർ ടൗണിൽ നിൽക്കുന്ന കാട്ടാനയെ മൂന്നാർ നിവാസികൾ അന്ന് സ്നേഹത്തോടെ പടയപ്പ എന്ന് വിളിച്ചു. ഈ കാട്ടാനയോടുള്ള ആരാധനമൂത്ത് പടയപ്പ എന്ന് പേരിട്ട് സൂപ്പർ മാർക്കറ്റ് വരെ മൂന്നാറിൽ ഉണ്ട്. പടയപ്പയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകളും മൂന്നാറിൽ വിൽപ്പനയിലുണ്ട്. പക്ഷേ ചില സമയം ആന വന്യജീവിയുടെ എല്ലാ സ്വഭാവവും പുറത്തെടുക്കും. ഇടയ്ക്ക് മതപ്പാടിലാവുകയും വാഹനങ്ങൾക്ക് നേരെയും വഴിയോര കടകൾക്ക് നേരെയും ആക്രമണം നടത്തുകയും ചെയ്തു. കുറച്ചു നാളുകളായി മൂന്നാർ ടൗൺ പരിസരത്ത് പടയപ്പയെ കാണാനില്ലായിരുന്നു. മറയൂർ മേഖലയിലൂടെ ആയിരുന്നു കാട്ടുകൊമ്പൻ്റെ കറക്കം. അവിടെ നിന്നാണ് തൻ്റെ തട്ടകമായ മൂന്നാറിലേക്ക് അവൻ തിരികെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആന ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് ഉള്ളത്. ജനവാസ മേഖലയിലൂടെ ഏറെ നേരം ചുറ്റിത്തിരിഞ്ഞ ആന എസ്റ്റേറ്റ് റോഡിലും ഇടയ്ക്കിറങ്ങി. തൊഴിലാളി ലയങ്ങളോട് ചേർന്ന് കൃഷി ഇറക്കിയിരുന്ന പച്ചക്കറികൾ ഭക്ഷിച്ചു. മാട്ടുപ്പെട്ടി, കന്നിമല, കല്ലാർ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെയായിരുന്നു മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയത്. തിരികെ എത്തി ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.